ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് വിശേഷങ്ങൾ തന്നെയാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇപ്പോഴും ബിഗ് ബോസിലെ ഗെയിമാണ് നടക്കുന്നതെന്നുള്ള ചിന്തയിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടേത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് മറന്നുപോയി എന്ന് തോന്നുന്നു. ജീവിതത്തിലും അല്ലെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷവും അതിലെ ഗെയിം മാതിരി തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ പറയാൻ വരുന്നത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും അതുപോലെ തന്നെ ജിൻഡോയും തമ്മിലുള്ള ഒരു വിഷയം തന്നെയാണ്. സായി കൃഷ്ണ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കേസ് വന്നപ്പോൾ ജിൻഡോയ്ക്ക് നോട്ടീസ് വന്നു, ജിൻഡോയെ വിളിപ്പിച്ചു. ജിൻഡോയുടെ ആ ഒരു പ്രവർത്തികളും കാര്യങ്ങളെയൊക്കെ പറ്റി സായി കൃഷ്ണ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ജിൻഡോയ്ക്ക് വളരെ മാനസികമായിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു വീഡിയോ തന്നെയായിരുന്നു അത്. എന്തായാലും സായിയോട് ഈ ഒരു വീഡിയോയെ പറ്റി ജിൻഡോ തന്നെ അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ജിൻഡോ സായിയെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ജിൻഡോന് ഏതിനാ, ലഹരിയാണോ അതോ ഈ വാണിഭമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. നമ്മുടെ ബിഗ് ബോസ് സായില്ലേ സീക്രട്ട് ഏജന്റ് പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സായിനെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കുക, പുലി പോലെ വന്ന് ഗേറ്റിനുള്ളിലേക്ക് കയറിയതാ. 2 ദിവസം കഴിഞ്ഞേക്ക് ഡൗൺ ആയി. അപ്പോൾ ആരായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാലോ. കാരണം സാധനം ഇല്ലാണ്ടായില്ലേ ഇവിടെ എനിക്കില്ല. അപ്പോൾ പുള്ളിക്കാരൻ എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ പുള്ളി ഡൗൺ ആയിരുന്നു, എല്ലാവർക്കും അറിയാം. കാരണം കാറിൻ്റെ ഉള്ളിൽ കിടന്ന് ചിലക്കണ സായി അല്ല അവിടെ. പുലി പോലെ ഇരിക്കുന്ന സായി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഡൗൺ ആയി. പിന്നെ എണിക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, തണ്ടലും വയ്യ. ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആരാണ് അതൊക്കെ അടിക്കണത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത് തന്നെ സായി അതൊക്കെ എടുത്ത് മാറ്റിക്കോ, അന്വേഷണം വരും. പ്രത്യേകം പറയാണ്, അല്ല ഞാൻ ഫ്രണ്ടായിട്ട് പറഞ്ഞില്ല എന്നുണ്ടാ, നിന്നെ പോലെ ഒന്നുമല്ല. കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഞാൻ അവനോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ് ഡിലീറ്റ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ 2-3 ആൾക്കാർക്ക് എതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഞാൻ പറയണതേ ഈ വണ്ടി കയറിയിട്ട് കളന്ന് പറയാനല്ല ആണത്തം, മൂത്തോക്കി പറയാൻ പഠിക്കും, അതാണ് ആണത്തം. അല്ലാണ്ട് വണ്ടി കയറിയത് ചലിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ വലിയൊരു ആരോപണമാണ് ജിൻഡോ ഇപ്പൊ സായി കൃഷ്ണയ്ക്കെതിരെ, അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റിനെതിരെ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആ ബിഗ് ബോസ് ഷോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുള്ള രീതിയിലാണ് ജിൻഡോ പറയുന്നത്. പുലി പോലെ വന്ന സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എലി പോലെ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് കാരണം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജിൻഡോയുടെ ഉള്ളിൽ മറ്റെന്തോ ഉള്ളതുപോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗെയിമിന്റെ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ഇപ്പോഴും ജിൻഡോ ഉള്ളതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ കാലത്ത് ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി സംസാരിക്കാത്ത ആരും തന്നെ ഇല്ല എന്നാണ് ജിൻഡോ പറയുന്നത്. അതുമല്ല ഈ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞാൽ പുത്തരിയാണെന്നുള്ള രീതിയിലാണ് ആള് സംസാരിക്കുന്നത്. ഈ കേസൊന്നും ഒരു പുത്തരിയല്ല. എന്തല്ലേ, ഒരു ഡ്രഗ് കേസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ വിളിപ്പിച്ചത്. എന്ത് തന്നെയായാലും ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ വിളിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. സംശയത്തിന്റെ നിഴലിലാണ് ജിൻഡോ എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നോട്ടീസ് ഇട്ട് വിളിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും അദ്ദേഹം ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ളത് സായി കൃഷ്ണയ്ക്കെതിരെ, അതായത് സീക്രട്ട് ഏജന്റിനെതിരെ വലിയൊരു ആരോപണമാണ്. എന്തായാലും ഇതിന് മറുപടിയുമായി സീക്രട്ട് ഏജന്റ് എത്താൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ. ജിൻഡോ പറഞ്ഞതുപോലെ ബിഗ് ബോസിലേക്ക് പുലി പോലെയാണ് പോയത്, പക്ഷെ എലി പോലെ ആയി. അതുപോലെ തന്നെ വൈഫ് വന്നപ്പോൾ ചേട്ടൻ എന്താ വാഴ പോലെയാണെന്നുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗും ഒക്കെ ജിൻഡോ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിൽ വളരെയധികം ഈഗോ ഇഷ്യൂസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജിൻഡോയ്ക്കെതിരെ സായി പറഞ്ഞിട്ടുള്ളത് ഒരു കേസിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സായി ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത് തെറ്റല്ല, അല്ലെങ്കിൽ ഇവിടെ ഭാഗം ശരിയാണെന്ന് വരികയാണെങ്കിൽ മറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു മാന്യമായ മറുപടി തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജിൻഡോ ആ ഒരു ഈഗോന്റെ പുറത്ത് തന്നെ സായി കൃഷ്ണയ്ക്കെതിരെ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇനി ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല. ഇനിയും ഒരുപാട് അലിഗേഷൻസ് സായി കൃഷ്ണയ്ക്കെതിരെ ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോയുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ഇല്ലാതായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. ആ ഒരു ബിഗ് ബോസ് കാലത്ത് വളരെയധികം നമുക്ക് ഇഷ്ടം തോന്നിയ ഒരാൾ തന്നെയാണ്. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴുള്ള പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് ജിൻഡോയുടെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇഷ്ടം കുറവ് വന്നതുപോലെ ഇനി എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ പലർക്കും ജിൻഡോയുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ പറ്റാത്തൊരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നം സീക്രട്ട് ഏജന്റിനെതിരെ അല്ലെങ്കിൽ സായി കൃഷ്ണയ്ക്കെതിരെ
ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം അത് വലിയൊരു ആരോപണം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂവിന് വഴി തെളിച്ചിരിക്കുകയാണ് ജിൻഡോ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.